ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നു. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ക്ലിനിക്കിൽ, എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നു. അപ്പോൾ എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ലഘുവായിട്ട് ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായിട്ടുള്ള കുറേ ഘടകങ്ങളും ഉള്ളിലുള്ള കുറേ ആന്തരിക ഘടകങ്ങളും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ക്യാൻസറായി മാറുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ജീൻസ് എന്ന് പറയുന്ന ജനിതക കോശങ്ങളാണ്. നമ്മുടെ എല്ലാ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ജനിതക കോശങ്ങളുടെ പേരാണ് ജീൻസ്. അത് നമ്മുടെ കയ്യിലല്ല, ആ കോശങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കോസിങ് ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാവുന്ന ബാഹ്യ കാരണങ്ങൾ, അതിനെ കാർസിനോജൻ എന്നാണ് വിളിക്കുന്നത്. കാർസിനോജൻ. ഈ കാർസിനോജനിൽ ഫിസിക്കൽ കാർസിനോജൻസ്, കെമിക്കൽ കാർസിനോജൻ, ബയോളജിക്കൽ കാർസിനോജൻസ്, അങ്ങനെ 3 ടൈപ്പ് കാർസിനോജനായിട്ട് വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരംതിരിക്കാം. അതിൽ ഫിസിക്കൽ കാർസിനോജനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ മിനിറ്റിലും നമ്മുടെ DNA എന്ന് പറഞ്ഞ ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറഞ്ഞ ഘടകത്തിന് തകരാറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വെയിലത്ത് നടന്നാൽ, ഇപ്പോൾ നിങ്ങളുടെ അരമണിക്കൂർ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികൾ UV റേസ് മതി ഇതിന് ഡാമേജ് വരുത്താൻ. അപ്പോൾ UV റേസ് ശരിക്കും ഒരു കാർസിനോജൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ പാത്വേ ഈ വന്ന തകരാറൊക്കെ നല്ല ഉഷാറായിട്ടൊരു മെക്കാനിക്കിന് മാതിരി എല്ലാം റിപ്പയർ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് റിപ്പയർ വരാതിരിക്കുമ്പോൾ ഈ ക്യാൻസറായിട്ട് മാറാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ അർത്ഥം നാളെ മുതൽ വെയിലത്ത് നടക്കണ്ട എന്നല്ല. പക്ഷെ ചിലവരിൽ പ്രത്യേകിച്ച് സ്കിൻ ക്യാൻസർ, മെലനോമ എന്ന് പറഞ്ഞ ക്യാൻസർ ഉണ്ടാവാൻ ഒരു കാരണം അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ കാരണം കൊണ്ട് DNA റിപ്പയറിൻ്റെ ഡിഫക്റ്റ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഹിറോഷിമ ആൻഡ് നാഗസാക്കി എന്ന് പറഞ്ഞിട്ട് ജപ്പാനിൽ ബോംബിട്ടപ്പോൾ ആ റേഡിയേഷൻ എക്സ്പോഷർ കാരണം കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പോലും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ, ലിംഫോമ, തൈറോയിഡ് ക്യാൻസർ എന്നതിൻ്റെയൊക്കെ ഇൻസിഡൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സിൽ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റേഡിയേഷൻ എക്സ്പോഷർ ആൻഡ് അൾട്രാ വയലറ്റ് റേറ്റ്സ് ആണ്. രണ്ടാമതാണ് കെമിക്കൽ ഫാക്ടേഴ്സ്. കെമിക്കൽ ഫാക്ടേഴ്സ് ആണ് ഞാൻ കേൾക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ, നമ്മൾ ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ കുറേ കെമിക്കൽസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ രീതിയിലാവാം, ഇപ്പം നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയിലാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പൊറോട്ടയിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിയോഡറൻറ്റിലാവാം, അല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന ഡൈയിലാവാം. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുമെന്നല്ല. കെമിക്കൽ കാർസിനോജൻസിൽ ടൈപ്പ് A, ടൈപ്പ് B എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ FDA ഓർഗനൈസേഷൻസ് വേർതിരിച്ചിട്ടുണ്ട്. ക്യാൻസർ ഉണ്ടാക്കാൻ കൂടുതൽ പൊട്ടൻ്റ് ഏതാണ്, കുറവ് പൊട്ടൻ്റ് ഏതാണ്. എല്ലാവരിലും ഇപ്പോൾ അത് ക്യാൻസർ ഉണ്ടാക്കുകയില്ല. ചിലവരിൽ ബാഹ്യം എക്സ്റ്റേണൽ ഫാക്ടറായ കെമിക്കൽ പ്ലസ് ഇൻറ്റേർണൽ ഫാക്ടർ ഉണ്ടെങ്കിലേ അത് ക്യാൻസറായിട്ട് മാറുള്ളൂ. പക്ഷേ കെമിക്കൽ ഫാക്ടേഴ്സിൽ മനസ്സിലാക്കേണ്ട കുറച്ച് പേരുകൾ, ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ സ്മോക്കിംഗ് ഒരു കെമിക്കൽ ഫാക്ടർ പെട്ടതാണ്. നമ്മളൊരു സിഗരറ്റ് വലിക്കുമ്പോൾ 1200 കൂടുതൽ കാർസിനോജൻസ് അതിലുണ്ടെന്നും അതിൽ 40 പരമുള്ളത് ടൈപ്പ് A അല്ലെങ്കിൽ ടൈപ്പ് 1 കാർസിനോജൻ ആണെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പുറമെ ആസ്ബസ്റ്റോസിസ് ഒരു ടൈപ്പ് A കാർസിനോജനാണ്. ആസ്ബസ്റ്റോസിൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മീസോത്തീലിയോമ അഥവാ ലങ്സിൻ്റെ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന. അതിൻ്റെ പുറമെ ബെൻസിഡീൻ, ഇപ്പോൾ ബെൻസിഡീൻ, അമോണിയ, ഇപ്പോൾ നമ്മൾ ഹെയർ ഡൈയിൽ ഉപയോഗിക്കുന്ന, അതിനകത്ത് എല്ലാ ഹെയർ ഡൈ അടിക്കുന്ന ഒരു ക്യാൻസർ വരുന്നല്ല. ചിലവരിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ നടന്ന് അതിൻ്റെ മുകളിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് മാറാം. ഇതിൻ്റെ പുറമെ ടോക്സിൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ലെതർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഗ്ലാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഈ വാച്ചിൻ്റെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചില ഹെവി മെറ്റൽസിൻ്റെ എക്സ്പോഷർ കൂടുതലാണെന്നും ആ കെമിക്കൽസ് കാരണം ഭാവിയിൽ ലങ് ക്യാൻസർ ഉണ്ടാകാമെന്നും സ്കിൻ ക്യാൻസർ ഉണ്ടാകുമെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് അതിൻ്റെ എക്സ്പെരിമെൻ്റ് നടന്നപ്പോൾ നമ്മുടെ ഈ എലികളുടെ ചെവിയിൽ കോൾട്ടാർ എന്ന് പറഞ്ഞിട്ടൊരു പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. ആ കോൾട്ടാർ അടിച്ച മറ്റേ എലികളിൽ ഭാവിയിൽ ചെവിയുടെ ക്യാൻസർ വന്നു, സ്കിൻ ക്യാൻസർ വന്നു. അപ്പോൾ കോൾട്ടാർ ഈസ് എ കെമിക്കൽ വിച്ച് പ്രൊഡ്യൂസ് ക്യാൻസർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ തവണയും ഈ കെമിക്കൽ നമ്മൾക്ക് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചാൽ അത് ക്യാൻസറായിട്ട് മാറണമെന്നില്ല. കണ്ടിന്യൂസ് എക്സ്പോഷർ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഇൻറ്റേർണൽ ഫാക്ടർ ആയിട്ടുള്ള ജീനിൻ്റെ റിപ്പയർ നന്നായി നടക്കുക. അങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ പുക വലിക്കുന്നവരും ക്യാൻസർ വരാത്തത്. ചില സ്മോക്കേഴ്സിനെ ക്യാൻസർ വരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ DNA റിപ്പയർ അല്ലെങ്കിൽ ജനിതക കോശത്തിൽ തകരാറ് വന്നാലും അതിൻ്റെ റിപ്പയർ നന്നായി നടക്കുന്നു.
പക്ഷേ കെമിക്കൽ ഫാക്ടേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതിൻ്റെ പുറമെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അഥവാ ജീവിക്കുന്ന ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ അതിൽ രണ്ടെണ്ണമാണ്, ഒന്ന് വൈറസും ഒന്ന് ബാക്ടീരിയയും. വൈറസിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞ വൈറസ്, പിന്നെ ബാക്ടീരിയയിൽ എച്ച് പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വയറിൽ കാണുന്നത്. അപ്പോൾ സ്റ്റൊമക് ക്യാൻസർ ആൻഡ് ഗ്യാസ്ട്രിക് ലിംഫോമാസ് ഇതിനൊക്കെ ഈ എച്ച് പൈലോറി കാരണമായി തീരും. ഈ ക്യാൻസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും തടയാൻ പറ്റുന്ന ക്യാൻസറാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പോൾ ഫിസിക്കൽ അൾട്രാ വയലറ്റ് റേസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തടയാൻ പറ്റില്ല. റേഡിയേഷൻ എക്സ്പോഷർ ഇപ്പോൾ നമ്മൾക്ക് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു ചോദ്യം. അപ്പോൾ അതിന് മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. കുറേ നാളത്തെ പഠനങ്ങളിലൊന്നും അതിൻ്റെ റേഡിയേഷൻ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന റേഡിയേഷൻ ലെവലിലുള്ളൂ എന്നാണ്. കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ വൈറസ് കാരണം ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോൾ ഒരു വാക്സിൻ ലഭ്യമാണ്. എച്ച് പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ കണ്ടുപിടിച്ചാൽ അതിനെതിരെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വയറിൻ്റെ ക്യാൻസർ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ കാർസിനോജൻസിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് കാർസിനോജെനസിസ്. കാർസിനോജെനസിസ് എന്ന് പറഞ്ഞിട്ട് ക്യാൻസറിൻ്റെ ആരംഭം ഉണ്ടാകുന്നു. കാർസിനോജെനസിസിൽ നിന്ന് കാർസിനോമ അഥവാ നമ്മൾ പറയുന്ന ക്യാൻസർ എന്ന് പറഞ്ഞ പേരിലേക്ക് നമ്മൾ എത്തുന്നു. ബാഹ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ജനിതക കോശങ്ങളും ഇതിനൊരു കാരണമാണ്. താങ്ക് യു.